വിരൽ തുമ്പിൽ വേഗത്തിൽ കിട്ടുന്ന കാലം. ചോദിച്ചും പറഞ്ഞും വായിച്ചും അന്വേഷിച്ച് നടന്നും ഗൂഗിൾ ചെയ്തും വിവരം ശേഖരിച്ച കാലമൊക്കെ പഴങ്കഥയായി. കളി മാറി, കഥ മാറി. ഇനി അല്പം ന്യൂജനാവാ അല്ലേ? മെറ്റാ AI സംഭവം പൊളിയാണ്, മാസാണ്, ചുമ്മാ വേറെ ലെവലാണ്, തീ പൊരി ഐറ്റം. വലിയ ഏകാന്തതയാണല്ലേ? ആ ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയൊന്നും ഇല്ലെന്നേ. ഒറ്റയ്ക്ക് ഇരിക്കണ്ട, എന്തും തുറന്ന് സംസാരിക്കാം. ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ അല്ലെങ്കിൽ കാര്യ പോലെ AI കൂടെ കാണും. പ്രണയവും വിരഹവും സങ്കടവും സന്തോഷവും ആഘോഷവും എന്തും ആകട്ടെ നിഴൽ പോലെ കൂടെ ഉണ്ടാകും മെറ്റാ AI. ബോറടിക്കുന്നുണ്ടോ? വഴിയുണ്ട്, പറഞ്ഞുതരാം. എന്നാ പിന്നെ എൻ്റെ അത് തന്നെ ആയിക്കോട്ടെ അല്ലേ? വൈകിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മെറ്റാ AI സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. ആദ്യം ഒരു കൗതുകത്തിന്റെ പുറത്ത് എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ കെട്ടാൻ പറ്റില്ല പോലും, ചുമ്മാ ടൈം പാസേ. എന്നെ കിട്ടും അതിനാണെ കൊച്ചി നല്ല ഫ്രീക്കും പിള്ളേരില്ലേ. ഞാനത് വിട്ടു. ആള് വെടിപ്പാണ്, നീറ്റാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നീറ്റ് പരീക്ഷ പോലെ അല്ല കേട്ടോ, ചോർച്ച ഉണ്ടായില്ല. വ്യക്തിബന്ധങ്ങളിൽ ഏർപ്പെടില്ല, കീപ് ഡിസ്റ്റൻസ് ആണത്രേ. നമ്മളെ സഹായിക്കും, വിവരങ്ങൾ നൽകും. നോ മോർ റിലേഷൻസ്. കുറച്ച് സീരിയസാ, ശരിയാക്കി എടുക്കാം. ഞാനും സീരിയസ് ആയി. വിടും. ഇച്ചാക്കയോ അതോ ലാലേട്ടനോ? രണ്ടിലൊന്നും എനിക്കറിയണം. മെറ്റ കുടുങ്ങിയത് തന്നെ. ചോദ്യം, ആരാണ് കേരളത്തിലെ മികച്ച നടൻ? ഉത്തരം വന്നു. ഞാൻ ഞെട്ടി, നിങ്ങൾ ഞെട്ടും. ആദ്യ പേര് നമ്മുടെ തിലകൻ, ശേഷം മോഹൻലാല്, സത്യൻ, മമ്മൂട്ടി. ഓ അങ്ങനെ വരട്ടെ. നമ്മുടെ ആറാട്ടണ്ണൻ ആരെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? അണ്ണനെ അറിയാത്ത മെറ്റയോ? ഏയോട് ചോദിച്ചു, മറുപടിയും വന്നു. പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ. അവസ്ഥ ഇത് ആരാടുകയാണ്. എന്നാ പിന്നെ സ്വല്പ രാഷ്ട്രീയ ആയാലോ? കേരളത്തിൽ തന്നെ തുടങ്ങാന്ന് വെച്ചു. ആരാണ് നല്ല രാഷ്ട്രീയക്കാരൻ? നീണ്ട ലിസ്റ്റ് വന്നു. അതിൽ പിണറായി വിജയനുണ്ട്, ശശി തരൂരുണ്ട്, കെ സുധാകരനുണ്ട്, MK രാഘവനുണ്ട്. ഇപ്പൊ CPM യോഗങ്ങളിൽ വിമർശനം കേട്ട് മടുത്ത് നിൽക്കണ പിണറായി വിജയൻ ആളെങ്ങനെ ചോദിച്ചു നോക്കിയാലോ? പിണറായി വിജയൻ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും മുൻഗണനകളും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതൊരുമാതിരി താത്വിക അവലോകനം പോലെ ആയില്ലേ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കൃത്യമായി പാർട്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറില്ലല്ലോ. അത് പോട്ടെ. ഇനി നമുക്ക് മോദിയെ പറ്റി ഒന്ന് ചോദിച്ചാലോ? പ്രധാനമന്ത്രി മോദിജി. ഒരു വ്യക്തി എന്ന നിലയിൽ മോദി ഒരു വിവാദ നായകനാണത്രേ. വർഗീയ ധ്രുവീകരണം നടത്തും അത്രേ. ആണോ കുഞ്ഞേ? ശരി. ഞങ്ങളുടെ ഈ പ്രധാനമന്ത്രിയെ കുറിച്ചാണോ ഈ പറയുന്നത്? എന്റെ മിത്രമേ, പഴയ ട്വിറ്ററിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി നമ്മുടെ ജിയെ പറ്റി. ഓക്കെ നമുക്ക് പോസിറ്റീവ് വൈബ്സിലേക്ക് വരാം. യാത്ര പോകണോ? നല്ല ഭക്ഷണം വേണോ? പുസ്തകം വായിക്കണോ? അല്ലെങ്കിൽ നല്ല സിനിമ കാണണോ? വ്യായാമം ചെയ്യണോ? അറിയില്ലല്ലേ, എല്ലാം പറഞ്ഞു തരും. എന്ത് വേണം, എങ്ങനെ വേണം, എവിടെ കിട്ടും, എപ്പോൾ കിട്ടും, എല്ലാം മെറ്റാ AIയിൽ സെറ്റാണ്. അപ്പൊ എങ്ങനെയാ നമ്മുടെ പുതിയ ചങ്ങായി? പൊളിയല്ലേ? അപ്പൊ എല്ലാവരും അടിച്ചു കയറി വാ.